Hey guys, welcome back to my channel. It's me Shana's Recipes. അപ്പോൾ എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ 4 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി എടുത്തിട്ട് ഇഷ്ടമുള്ള ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഉള്ളി ഒന്ന് വഴറ്റാൻ വേണ്ടി വെക്കാം. നല്ലോണം സോഫ്റ്റായി വരുന്നത് വരെ ഉള്ളി വഴറ്റാൻ വേണ്ടി നോക്കാം. ഇനി ഉള്ളിയെല്ലാം വഴറ്റി സോഫ്റ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ നേരത്തെ മുറിച്ച് വെച്ച തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇവയൊക്കെ ഒന്ന് ചേർത്തിട്ട് നല്ലോണം ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അപ്പോൾ തക്കാളിയും നല്ലോണം സോഫ്റ്റായി ഉടഞ്ഞ് വരുന്നത് വരെ വഴറ്റിക്കൊണ്ട് വെക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇവയെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാനായിട്ട് നമുക്ക് ഒരു മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം, അതായത് ചിക്കൻ സ്റ്റോക്ക്. അപ്പോൾ ചിക്കൻ സ്റ്റോക്കിൽ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ പൊടികളും ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് മിക്സായി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. അപ്പം കറി തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മുട്ടകൾ പീസാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പത്തിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയും ഒക്കെ നല്ലൊരു കോംബോ ആയ കറിയാണിത്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ കറികളിൽ മാറ്റം വരുത്തുമ്പോഴാണല്ലോ കഴിക്കുന്നവർക്കും ഉണ്ടാക്കുന്നവർക്കും ഒരു മടുപ്പില്ലാതെ ഇരിക്കും. അപ്പം നമുക്ക് ഇനിയൊരു സ്റ്റൈലിലും കൂടി എല്ലാവരും ഒന്ന് മുട്ടക്കറി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വീഡിയോസുമായി വരുന്നത് വരേക്കും ബൈ.